ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്ത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള വളരെ കുറച്ച് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇവിടുന്ന് ചൂടായി വരുമ്പം ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ അണ്ടിപ്പരിപ്പ് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റുമ്പോൾ നെയ്യ് വീഴാതെ ഈ അണ്ടിപ്പരിപ്പ് മാത്രം നമുക്ക് ഈ ഒരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി വേണ്ടുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഞാനിപ്പോൾ 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരല്പസമയം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേക്കും ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരും. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ക്യാരറ്റ് കുറച്ചൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം ക്യാരറ്റ് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും നമുക്കൊരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ അണ്ടിപ്പരിപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതിവിടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് തീയൊന്ന് കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇത് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കസ്റ്റാർഡ് മിക്സ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച ശേഷം പിന്നെ നമ്മൾ കൈവിടാതെ തന്നെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ഒരു 1/4 കപ്പ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം പാലിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പം ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റിൻ്റെ മിക്സ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് പാലും കസ്റ്റാർഡ് പൗഡറും ചേർത്ത് ആ ഒരു മിക്സ് കൂടി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ബൗളിലും നമ്മളിങ്ങനെ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 1/2 മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ക്യാരറ്റും പാലും കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.